എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് മൈക്രോ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കമ്പോള സന്തുലിതാവസ്ഥ. ആ ഒരു ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ഈ 5ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണോ പറഞ്ഞു പോകുന്നത് അത്രയും ഭാഗം ഫോക്കസ് ഏരിയയിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എക്സസ് ഡിമാൻഡ്, അതുപോലെ എക്സസ് സപ്ലൈ, അമിത ചോദനവും അമിത പ്രദാനവും എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഫ്ലോർ പ്രൈസിനെ കുറിച്ചും പ്രൈസ് സീലിങ്ങിനെ കുറിച്ചും, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ആണ് മാർക്കറ്റിൽ ഇടപെടുമ്പോൾ അവിടെ ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തലങ്ങളും കൂടിയാണ് നമ്മൾക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്വിലിബ്രിയം, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, അതുപോലെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്, അവിടെയാണ് ഫ്ലോർ പ്രൈസും പ്രൈസ് സീലിങ്ങും. നമുക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു ബാലൻസ് ആണ്, ബാലൻസിങ് ഓർ ഈക്വൽ. ദർ ഈസ് നോ ടെൻഡൻസി ടു മൂവ് ഐദർ ഡയറക്ഷൻസ്. മറ്റൊരു രീതിയിലേക്ക് മാറാനുള്ള ഒരു ടെൻഡൻസിയും ഇല്ലാത്തൊരവസ്ഥയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു കമ്പോളത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ്. ഒരു കമ്പോളത്തിലെ പ്രധാനപ്പെട്ട 2 ശക്തികൾ എന്ന് പറയുന്നത് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ആണ്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ച് നമുക്കറിയാം. വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും. ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. എന്നാൽ സപ്ലൈ എന്ന് പറയുന്നത് നേരെ വിപരീതമാണ്. ഒരു വസ്തുവിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും അത് വിൽപ്പന നടത്താനുമാണ് അദ്ദേഹം തയ്യാറാവുക. ഇന്ന് വില വർദ്ധിക്കുമ്പോൾ സപ്ലൈ വർദ്ധിക്കും, വില കുറയുമ്പോഴോ ആ വസ്തുവിൻ്റെ സപ്ലൈ എന്നുള്ളത് കുറക്കും. ഒരു ഘട്ടത്തിൽ അത് സ്റ്റോക്ക് ചെയ്യാനൊക്കെ ആയിരിക്കും തയ്യാറാകുന്നത്. അപ്പോൾ മാർക്കറ്റിലെ 2 ഫോഴ്സസ് ആണ്. മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും. ഇത് തുല്യമാകുന്ന ബിന്ദുവിനെയാണ്, പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുക. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കമ്പോളത്തിൽ 500 എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിക്ക് 500 ക്വാണ്ടിറ്റി ഡിമാൻഡും 500 ക്വാണ്ടിറ്റി അതിൻ്റെ സപ്ലൈയും ഉണ്ടാകുമ്പോൾ 500 പേർക്ക് അത് ആവശ്യമുണ്ട്, 500 യൂണിറ്റ് അത് പ്രധാനമുണ്ട്, സപ്ലൈയും ഉണ്ട്. അങ്ങനെയാകുമ്പോൾ അവിടെ ഷോർട്ടേജ് ഇല്ല, എക്സസ് ഇല്ല. ഇത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നൊരു സ്റ്റേജാണ്. എന്നാൽ മാർക്കറ്റിൽ 400 പേർക്ക് എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി ആവശ്യമുണ്ട്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് 400 ആണ്. 500 യൂണിറ്റ് അത് സപ്ലൈയും ഉണ്ട്. 500 യൂണിറ്റ് എന്ന് പറയുന്നത് അത് സപ്ലൈ പ്രധാനമുണ്ട്, അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 400 പേർക്കേ ആവശ്യമുള്ളൂ, 500 യൂണിറ്റ് അവൈലബിൾ ആണ്. 100 എന്ന് പറയുന്നത് എക്സസ് ആണ്. ഇതാണ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. 500 പേർക്ക് ആവശ്യമുണ്ട്, 400 യൂണിറ്റേ സപ്ലൈ ഉള്ളുവെങ്കിൽ, 500 പേർക്ക് ആവശ്യമുണ്ട്, ഡിമാൻഡുണ്ട്, 400 യൂണിറ്റേ സപ്ലൈ ഉള്ളുവെങ്കിൽ 100 യൂണിറ്റ് ഷോർട്ടേജ് ഉണ്ട് അല്ലേ? ഇവിടെ ഡിമാൻഡാണ് എക്സസ് ആയത്, 100 പേർക്ക് കിട്ടാതിരിക്കുകയാണ്. ഇതിന് എക്സസ് ഡിമാൻഡ് എന്ന് പറയും. സപ്ലൈ 400 ഉള്ളൂ, ഡിമാൻഡ് 500 ഉണ്ട്, എക്സസ് ഡിമാൻഡ് എന്നുള്ളത് പറയും. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിറ്റുവേഷൻ. ഇക്വിലിബ്രിയം ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ്. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ ഇതുപോലെ പറയാലോ. എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഹയർ ദാൻ മാർക്കറ്റ് സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ്. ദാറ്റ് ഈസ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എക്സസ് സപ്ലൈ ആണെങ്കിലോ ദാറ്റ്സ് എ സിറ്റുവേഷൻ മാർക്കറ്റ് സപ്ലൈ ഈസ് ഹയർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ്. സപ്ലൈ കൂടുതലാണ് ഡിമാൻഡിനേക്കാൾ അറ്റ് എ ഗിവൺ പ്രൈസ്. ദാറ്റ് ഈസ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സന്തുലിതാവസ്ഥ. ദർ ഈസ് നോ ടെൻഡൻസി ടു മൂവ് ഐദർ ഡയറക്ഷൻസ്. അവിടെ എത്ര പേര് ഡിമാൻഡ് ചെയ്യപ്പെടുന്നു അത്രയും സപ്ലൈയും ഉണ്ടാകുമ്പോൾ അതവിടെ ബാലൻസ്ഡ് ആണ്, ഇക്വിലിബ്രിയമാണ്.
അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നതാണ് രണ്ട് ഫോഴ്സസ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഈക്വൽ ആയിട്ട് വരുന്നത് എവിടെയാണോ അതാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ്. ഒരു വസ്തുവിന് 10 രൂപ വിലയുണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി 10 രൂപ വിലയുണ്ട്, 500 പേർക്ക് ആവശ്യമുണ്ട്, 500 യൂണിറ്റ് സപ്ലൈയും ഉണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് ആയി. ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്നാൽ ഒരു വസ്തുവിന് 10 രൂപയാണ്, 500 പേർക്ക് ആവശ്യമുണ്ട്, 600 യൂണിറ്റ് സപ്ലൈ ഉണ്ട്, 100 യൂണിറ്റ് സപ്ലൈ എക്സസ് ആണ്, ഇത് എക്സസ് സപ്ലൈ ആണ്. ഇനി മറ്റൊരു രീതിയിലേക്ക് പറയുകയാണെങ്കിൽ വസ്തുവിൻ്റെ വില 10 രൂപയാക്കുക, എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി അത് 500 പേർക്ക് ആവശ്യമുണ്ട്, 400 യൂണിറ്റ് സപ്ലൈ ഉള്ളെങ്കിലാ 100 പേരുടെ ഡിമാൻഡ് എക്സസ് ആണ്, അത് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിനെ ഇനി ഡയഗ്രമാറ്റിക്കലി നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് ആണ്, സപ്ലൈ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് ആണ്. അതിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിമാൻഡ് കുറയുമ്പോൾ വിലയിൽ എന്ത് സംഭവിക്കും, ക്വാണ്ടിറ്റിയിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്, ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെഫ്റ്റ് വാർഡ് ഷിഫ്റ്റ് ചെയ്യുക. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്ന് ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വില വർദ്ധിക്കുകയാണോ? ക്വാണ്ടിറ്റിയിൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ നമുക്ക് ഡയഗ്രമാറ്റിക്കലി എടുത്തു നോക്കാം. നമുക്കറിയാവുന്ന കേസുകളാണ് മാർക്കറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാവുക എന്നുള്ളത്. സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയൊക്കെയാണ് ഇക്വിലിബ്രിയം പ്രൈസിനെയും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയൊക്കെ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ അത് കൃത്യമായിട്ട് നോക്കി വെക്കണം. അത് നമ്മൾക്കിവിടെ അതിൻ്റെ പ്രസൻറ്റേഷനിലൂടെ നോക്കാം. ആ കാര്യങ്ങൾ നിങ്ങൾ വരച്ചുകൊണ്ട് തന്നെ ചെയ്യണം. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്നതാണ്. അത് ഈ പറയുന്ന ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലൂടെ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലൂടെ വ്യക്തമാക്കാം. ഇപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുക, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഡിമാൻഡ് ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, സപ്ലൈ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഡിമാൻഡും സപ്ലൈയും ഒരുപോലെ ഇൻക്രീസ് ചെയ്താൽ, ഡിമാൻഡും സപ്ലൈ ഒരുപോലെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും സപ്ലൈ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിലൊക്കെ ഇക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിക്കും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിക്കും, ഇതാണ് നമ്മളിവിടെ ഈ ഗ്രാഫിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കൃത്യമായിട്ട് നോക്കുക, നോട്ടിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് വരച്ചു വെക്കുകയും ചെയ്യുക. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇവിടെ ഇ എന്ന് പറയുന്നത് അതിൽ ഇക്വിലിബ്രിയം പ്രൈസ് 5, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 10. ഇനി അവിടെ നിന്ന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ്. D1 എന്ന് പറയുന്ന ഡിമാൻഡ് കർവ്, അവിടെ പുതിയ ഇക്വിലിബ്രിയം E1 എന്ന് പറയുന്ന പുതിയ ഇക്വിലിബ്രിയം. സംഭവിച്ചത് എന്താ? പ്രൈസ് 5-ൽ നിന്ന് 7 വർദ്ധിച്ചു, ക്വാണ്ടിറ്റി 10-ൽ നിന്ന് 20 വർദ്ധിച്ചു. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൈസും വർദ്ധിക്കും, ക്വാണ്ടിറ്റിയും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും വർദ്ധിക്കും. ഡിമാൻഡ് കുറഞ്ഞു, D2 ലെഫ്റ്റ് വാർഡ് ഷിഫ്റ്റ് ചെയ്തു ഡിമാൻഡ് കർവ്. അവിടെ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഡിക്രീസ് ചെയ്തു അല്ലേ? 3 ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 5. അപ്പോൾ ഡിമാൻഡിലുണ്ടാകുന്ന വർധനവ് പ്രൈസും ക്വാണ്ടിറ്റിയും വർദ്ധിപ്പിക്കും. ഡിമാൻഡ് മാത്രം കുറയുമ്പോൾ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഡിക്രീസ് ചെയ്യും. ഇനി സപ്ലൈയിൽ എങ്ങനെയാണ്? സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ചെയ്യുന്നത് S1 എന്ന് പറയുന്ന, ഇപ്പോൾ ഡിമാൻഡിൽ മാറ്റമില്ല, സപ്ലൈ കൂടുകയാണ്. ഒരു വസ്തുവിൻ്റെ സപ്ലൈ കൂടുകയാണെങ്കിൽ പ്രൈസ് കുറയും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വർദ്ധിക്കുകയും ചെയ്യും. അതാണ് നമുക്കിവിടെ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലേ? ഒരു വസ്തു 10 പേർക്ക് ആവശ്യമുണ്ട്, 10 യൂണിറ്റ് തന്നെ സപ്ലൈ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആവശ്യം 10 തന്നെ 15 യൂണിറ്റ് സപ്ലൈ ഉണ്ടായാൽ വില കുറയും. ഇനി സപ്ലൈ ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ, S2 എന്ന് പറയുന്ന ഒരു പുതിയ സപ്ലൈ കർവ്. സപ്ലൈ കുറഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ക്വാണ്ടിറ്റിയും ഡിക്രീസ് ചെയ്യും. 10 യൂണിറ്റ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും നിൽക്കുക, സപ്ലൈ 8 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വില വർദ്ധിക്കും. ഇതാണ് ഡിമാൻഡും സപ്ലൈയിലും ഉണ്ടാകുന്ന ഇൻക്രീസും ഡിക്രീസിങ്ങിലൂടെ മനസ്സിലാക്കേണ്ടത്. അത് നമ്മളുടെ സാധാരണ ഒരു മാർക്കറ്റിലേക്ക് എടുത്താൽ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, സപ്ലൈ കുറയുന്നു. അങ്ങനെയാകുമ്പോൾ ആ വസ്തുവിൻ്റെ വിലയിലും
ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇനി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും സപ്ലൈയും ഇൻക്രീസ് ചെയ്യുക ഒരേ സമയം. ഒരു വസ്തുവിൻ്റെ ചോദനം വർദ്ധിക്കുന്നു, അതേസമയം അതിൻ്റെ പ്രധാനവും വർദ്ധിച്ചു കഴിഞ്ഞാൽ വിലയിൽ മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും പ്രൈസും 10 ആയിരിക്കെ ഡിമാൻഡും 15 ആയി, സപ്ലൈയും 15 ആയി കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നുള്ളത് ഇൻക്രീസ് ചെയ്യും, പക്ഷേ പ്രൈസിൽ മാറ്റം ഉണ്ടാവില്ല. അതാണ് ഇവിടെ നിന്ന് ഇയിൽ നിന്ന് E1 എന്ന് പറയുന്ന പുതിയ ഇക്വിലിബ്രിയത്തിലെത്തിയപ്പോൾ പ്രൈസ് മാറുന്നില്ല, എന്നാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 10 നിന്ന് 15 ആയി. ഇനി ഡിമാൻഡും കുറയുന്നു, സപ്ലൈയും കുറയുന്നു. ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇയിൽ നിന്ന് ഡിമാൻഡും കുറയുകയാണ്. ഡി എന്ന് പറയുന്ന ഡിമാൻഡ് കർവിൽ നിന്ന് D1 എന്ന് പറയുന്ന ഡിമാൻഡ് കർവും സപ്ലൈ SS എന്ന് പറയുന്നതിൽ നിന്ന് S1 എന്ന് പറയുന്ന സപ്ലൈ കർവും. അപ്പോൾ പ്രൈസിൽ മാറ്റം ഉണ്ടാവില്ല, പക്ഷേ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ കുറവ് സംഭവിക്കും. ഒരു വസ്തുവിന് 10 ഇക്വിലിബ്രിയം പ്രൈസും 10 ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നിടത്ത് 5 ആയി ഡിമാൻഡ്, സപ്ലൈയും 5 ആയി, എന്നാൽ പ്രൈസ് എന്ന് പറയുന്നതിൽ മാറ്റം ഉണ്ടാവില്ല. ഇനിയുള്ളത് ഡിമാൻഡ് വർദ്ധിക്കുകയും സപ്ലൈ കുറയുകയും ചെയ്താലോ? ഡിമാൻഡ് കൂടുന്നു, ഒരു വസ്തുവിന് കൂടുതൽ ആളുകൾക്ക് ആവശ്യമുണ്ട്, പക്ഷേ ആ വസ്തുവിൻ്റെ നിലവിലുള്ള അളവ് കുറയുകയാണെങ്കിൽ വില വല്ലാതെ വർദ്ധിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ? ഇയിൽ നിന്ന് E1 എന്ന് പറയുന്നത് D1 എന്ന് പറയുന്ന പുതിയ ഡിമാൻഡ് കർവ്, അത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തതാണ് റൈറ്റ് ടു വാർഡ്. S1 എന്ന് പറയുന്നത് പുതിയ സപ്ലൈ കുറവ്, അത് ലെഫ്റ്റിലേക്ക് അല്ലേ, സപ്ലൈ കുറഞ്ഞതാണ്. അപ്പോഴാണ് അവിടെ പുതിയ ഇക്വിലിബ്രിയം വന്നത്, E1 എന്ന് പറയുന്നത്. അവിടെ പ്രൈസ് വല്ലാതെ വർദ്ധിച്ചു, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ മാറ്റം ഇല്ല. ഇതിന് നേരെ തിരിച്ചും സംഭവിക്കുക, ഡിമാൻഡ് കുറയുകയും സപ്ലൈ വർദ്ധിക്കുകയും. ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ ഡിമാൻഡ് കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? നിലവിലുള്ള ഡിമാൻഡ് കർവിൻ്റെ ലെഫ്റ്റ് സൈഡിലല്ലേ പുതിയ ഡിമാൻഡ് കർവ് കണ്ടത്, ഡോട്ടഡ്. നിലവിലുള്ള സപ്ലൈ കർവിൻ്റെ റൈറ്റ് സൈഡിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു വസ്തുവിന് ആവശ്യം കുറയുന്നു, അതിൻ്റെ പ്രധാനം കൂടുന്നു, അതിൻ്റെ സപ്ലൈ കൂടുകയാണെങ്കിൽ അതിൻ്റെ വില കുറയും. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമില്ല. അപ്പോൾ വസ്തുവിന് ഡിമാൻഡ് കുറയുന്നു, സപ്ലൈ കൂടുന്നു, ആവശ്യക്കാരുടെ എണ്ണം കുറയുന്നു, അത് വിൽപ്പന നടത്തുന്നവരുടെ എണ്ണം കൂടുകയാണെങ്കിൽ വില കുറയുകയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേജിൽ നിന്ന് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് ഇക്വിലിബ്രിയം. അതിലുള്ള പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്, അതിലുള്ള ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞത് ഒരു വസ്തുവിന് ഡിമാൻഡ് മാത്രം വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൈസിൽ എന്ത് സംഭവിക്കും, ക്വാണ്ടിറ്റി അതിലെന്ത് സംഭവിക്കും. ഡിമാൻഡ് മാത്രം കുറഞ്ഞാൽ, അതുപോലെ സപ്ലൈ മാത്രം വർദ്ധിച്ചാൽ, സപ്ലൈ മാത്രം കുറഞ്ഞാൽ, ഡിമാൻഡും സപ്ലൈയും വർദ്ധിച്ചാൽ, ഡിമാൻഡും സപ്ലൈയും കുറഞ്ഞാൽ, ഡിമാൻഡ് വർദ്ധിക്കുകയും സപ്ലൈ കുറയുകയും ചെയ്താൽ. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ ഒരു സാധാരണ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് കാര്യങ്ങൾ പഠിക്കണം. ആ രീതിയിൽ തന്നെ അതിനെ എഴുതാനും ശ്രമിക്കണം. ഇനി മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയിലും ഇങ്ങനെ സംഭവിക്കുന്നതോടൊപ്പം ഗവൺമെൻറ് ഇൻ്റർവെൻഷനോട് കൂടി ഗവൺമെൻറ് ഇക്വിലിബ്രിയം പ്രൈസിൽ നിന്ന് വില താഴ്ത്തി നിശ്ചയിക്കും. പ്രൈസ് സീലിംഗ് എന്ന് പറയും. ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. വില പരിധി എന്നതിനെ മലയാളത്തിൽ പറയും. വസ്തുവിന് വില അങ്ങ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, സപ്ലൈ കുറയുമെന്നുള്ളത് നമുക്കറിയാം. അവിടെ എക്സസ് ഡിമാൻഡ് ഉണ്ടാവും. അതെങ്ങനെയാണ് ഗവൺമെൻറ് ഓവർകം ചെയ്യുന്നത്? അപ്പോൾ പ്രൈസ് സീലിങ്ങിൻ്റെ സ്റ്റേജിൽ നോക്കുമ്പോൾ വസ്തുവിൻ്റെ വില കുറക്കുമ്പോൾ ഗവൺമെൻറ് ബോധപൂർവം ഒരു വസ്തുവിൻ്റെ വില അങ്ങ് കുറക്കുമ്പോൾ അതിന് ആവശ്യക്കാരുടെ എണ്ണം കൂടും, ഡിമാൻഡ് കൂടും, പക്ഷേ സപ്ലൈ കുറവായിരിക്കും. അതാണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് എന്തിനാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ, അത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. എന്നാൽ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിൽ നിന്ന് വില ഉയർത്തി നിശ്ചയിക്കുക. അവിടെ വില വർദ്ധിക്കുമ്പോൾ സപ്ലൈ വർദ്ധിക്കും, പക്ഷേ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയും. അപ്പോൾ അവിടെ എക്സസ് സപ്ലൈ ഉണ്ടാവും. അതെങ്ങനെയാണ് ഗവൺമെൻറ്
ഫേസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിന് മറികടക്കുന്നത്. ഇതിനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഒന്ന് കേട്ട് നോക്കാം. ഹായ് കൂട്ടുകാരെ, നെല്ലിൻ്റെ താങ്ങുവില, നാളികേരത്തിൻ്റെ താങ്ങുവില എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ താങ്ങുവില? ഇപ്പോൾ നെല്ലിൻ്റെ വില കമ്പോളത്തിൽ വളരെ കുറവാണ് എന്നിരിക്കട്ടെ. ഇതുവഴി കർഷകർക്ക് ലാഭകരമായ വരുമാനം നെൽകൃഷിയിൽ നിന്നും ലഭിക്കുന്നില്ല എങ്കിൽ അവർക്ക് അതിനോടുള്ള താല്പര്യം കുറയും. ഇത്തരം കൃഷികളെയും അത് ചെയ്യുന്ന കർഷകരെയും താല്പര്യം സംരക്ഷിക്കുന്നതിനായി ഗവൺമെൻറ് നിലവിലെ കമ്പോള വിലയേക്കാൾ കൂടിയ വില ഇത്തരം കർഷകർക്ക് നൽകി ഈ ഉൽപ്പന്നങ്ങൾ, അതിപ്പോൾ നെല്ലാണെങ്കിൽ അത് സംഭരിക്കാൻ തയ്യാറാകുന്നു. ഇതിനെ താങ്ങുവില, തറവില എന്നൊക്കെ വിളിക്കാം. ഫ്ലോർ പ്രൈസിന് മറ്റൊരു ഉദാഹരണമാണ് മിനിമം വേജ്. ഏതൊരു തൊഴിൽ ചെയ്യുന്നവർക്കും പുരുഷ സ്ത്രീ വ്യത്യാസമില്ലാതെ ഒരു നിശ്ചിത തുക നൽകിയിരിക്കണം. ഇതിനെ മിനിമം വേജ്, അതൊരു ഫ്ലോർ പ്രൈസ്, തറവിലക്ക് ഉദാഹരണമാണ്. നമ്മുടെ നാട്ടിൽ നാളികേരം, നെല്ല്, റബ്ബർ തുടങ്ങിയ വിളകൾക്കൊക്കെ ഗവൺമെൻറ് താങ്ങുവില നൽകാറുണ്ട്. ഫ്ലോർ പ്രൈസ് എന്താണെന്ന് ഒരു ഗ്രാഫിൻ്റെ സഹായത്താൽ മനസ്സിലാക്കാം. ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്ത് ഇ എന്ന ഇക്വിലിബ്രിയം പോയിൻറ്റിലെ വില P0യും ക്വാണ്ടിറ്റി Q0യും ആണെന്ന് കരുതുക. ഇതിപ്പോൾ നെല്ലിൻ്റെ വിലയാണെന്നും കരുതുക. ഈ വില കർഷകർക്ക് ഒരിക്കലും ലാഭകരമായ ഒരു വിലയല്ല. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് ഈ നെല്ലിന് PF എന്ന താങ്ങുവില നൽകാൻ തയ്യാറാകുന്നു. PF താങ്ങുവില നൽകുമ്പോൾ ഈ നെല്ലിൻ്റെ സപ്ലൈ QF ആയി മാറുന്നു. എന്നാൽ ഈ നെല്ലിൻ്റെ ഡിമാൻഡ് Q1Fഉം ആണ്. നെല്ലിൻ്റെ സപ്ലൈ നിലവിലുള്ള ഡിമാൻഡിനേക്കാൾ കൂടുതലാണ്. ഇതിനെ എക്സസ് സപ്ലൈ എന്ന് വിളിക്കുന്നു. Q1F മുതൽ QF വരെയുള്ള സപ്ലൈ കൂടുതലായതിനാൽ ഈ നെല്ല് മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ നിലവിലുള്ള നെല്ലിൻ്റെ വില കുറയും. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ ഈ സർപ്ലസ് ആയി വരുന്ന നെല്ല് ഗവൺമെൻറ് സംഭരിക്കുന്നു. പിന്നീട് നെല്ലിൻ്റെ വില ഉയരുമ്പോൾ ഗവൺമെൻറ് ഈ നെല്ല് മാർക്കറ്റിൽ വിറ്റഴിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നു. പ്രൈസ് ഡിറ്റർമിനേഷനിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന്റെ ഉദാഹരണങ്ങളാണ് പ്രൈസ് സെയിലിംഗ് ആൻഡ് ഫ്ലോർ പ്രൈസ്. ഒരു നിശ്ചിത വരുമാനത്തിന് താഴെയുള്ള കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കാൻ ചില അവശ്യ സാധനങ്ങൾക്ക് വില പരിധി നിശ്ചയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ റേഷൻ കാർഡുണ്ട്. അരി, പഞ്ചസാര, മണ്ണെണ്ണ, ഗോതമ്പ്, ചില മരുന്നുകൾ തുടങ്ങിയവ വില പരിധി നിശ്ചയിച്ച് നമ്മളിലെത്തുന്ന സേവനങ്ങളാണ്. ഒരു വിഭാഗം കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളാണ് ഇതിനെ പ്രൈസ് സെയിലിംഗ് എന്ന് പറയാം. അവശ്യ വസ്തുക്കൾക്ക് സാധാരണ വിലയിൽ നിന്നും കുറഞ്ഞ വില ഈടാക്കി കൺസ്യൂമറിന്റെ താൽപര്യം സംരക്ഷിക്കാനായി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലയാണ് വില പരിധി അഥവാ പ്രൈസ് സെയിലിംഗ്. പ്രൈസ് സെയിലിംഗ് എന്താണെന്ന് ഒരു ഗ്രാഫിന്റെ സഹായത്തോടെ വിശദമായി പഠിക്കാം. OX ആക്സിസിൽ ക്വാണ്ടിറ്റിയും OY ആക്സിസിൽ പ്രൈസും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്റ്റ് ചെയ്ത് ഇക്വിലിബ്രിയം പോയിന്റിലെ പ്രൈസ് OPയും ക്വാണ്ടിറ്റി OQവുമാണ്. അരിക്കോ പഞ്ചസാരയ്ക്കോ
ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ വില P0 ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഹയർ പ്രൈസ് ആണ്. എല്ലാവർക്കും ഈ പ്രൈസ് കൊടുത്ത് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കില്ല. കാരണം ഇത് ഹയർ പ്രൈസ് ആണ്. എന്നാൽ ഇതൊരു അവശ്യ സാധനവുമാണ്. ഇവിടെയാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. P0 എന്ന ഇക്വിലിബ്രിയം പ്രൈസിന് താഴെ PE എന്നൊരു പ്രൈസ് ഗവൺമെന്റ് നിശ്ചയിക്കുന്നു. ഇത് ഏത് വരുമാനത്തിലുള്ളവർക്കും താങ്ങാവുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാവുന്ന ഒരു പ്രൈസാണ്. PE എന്ന ഈ പ്രൈസിലെ ഡിമാൻഡ് QC ആണ്. പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുതലാണ്. എന്നാൽ ഇതിന്റെ സപ്ലൈ QC1 ആണ്. എക്സസ് ഡിമാൻഡ് എന്നൊരു കണ്ടീഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ ഡിമാൻഡ് ഉണ്ട്, എന്നാൽ സപ്ലൈ കുറവാണ്. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വില എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിന് താഴെയാണല്ലോ. അത് ചില ദോഷഫലങ്ങൾക്ക് കാരണമാകുന്നു. ഒന്നാമത്തേത് റേഷൻ കടകളിൽ നീണ്ട ക്യൂവിന് കാരണമാകും. രണ്ടാമത്തേത് ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാകുന്നതിനും കാരണമാകും. മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ റേഷൻ കടകളിൽ സാധനങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ലഭിക്കാനായി അധിക വില കൊടുക്കാൻ ചില കൺസ്യൂമേഴ്സ് തയ്യാറാകുന്നു. ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന വിലയേക്കാൾ അധിക വില കൊടുത്ത് ഈ സാധനങ്ങൾ വാങ്ങേണ്ടി വരിക എന്നത് സാധാരണക്കാരായ കൺസ്യൂമേഴ്സിനെ സഹായിക്കുക എന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യത്തിന് ഒരു തിരിച്ചടിയാണ്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു എന്താണ് ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ. അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വന്നപ്പോൾ പ്രൈസ് സീലിംഗ്, ഫ്ലോർ പ്രൈസ്, ഇതൊക്കെ ഇനി ടെക്സ്റ്റ് കൂടി വെച്ചുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഡയഗ്രാംസ് ഒക്കെ നല്ലതുപോലെ വരച്ചു വെക്കുക. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് വരും. പൊതുവേ നമുക്ക് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. ആ ചാപ്റ്ററിൽ വലിയൊരു ശതമാനവും ഫോക്കസ് ഏരിയയിൽ തന്നെ ഉണ്ട്. നമ്മളത് കൃത്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി ഏതെങ്കിലും തരത്തിൽ സംശയമുള്ളവർ അത് ചോദിക്കാൻ മറക്കരുത്. അത് നിങ്ങൾ കമൻ്റായിട്ടോ മറ്റു രീതിയിലോ നിങ്ങളത് ക്ലിയർ ചെയ്യുക. മറ്റൊരു കാര്യം, ഈ ഒരു ചാപ്റ്റർ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.